നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. വയോജനങ്ങളിലെ ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് കേരള ആരോഗ്യ വകുപ്പിന്റെ റെസ്പിറേറ്ററി മെഡിസിൻ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ പി സഞ്ജീവ് കുമാറാണ്. ആരോഗ്യ കേരളം തൃശൂർ ജില്ലാ പ്രോഗ്രാം മാനേജർ കൂടിയാണ് ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ വയോജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ ശ്വാസകോശങ്ങൾ അത് കൂടുതലായും കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആശുപത്രികളിൽ അഡ്മിറ്റ് ആകുന്ന രോഗികളിൽ എന്തെല്ലാം തരം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാണ് കാണുന്നത്? വയോജനങ്ങളിൽ ശ്വാസകോശ രോഗങ്ങൾ കൂടുതലായി കാണുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിന്റെ പ്രധാനമായ കാരണം പ്രായമേറുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതിന്റെ ശക്തി കുറഞ്ഞു വരികയും അതിന്റെ ഭാഗമായി പ്രായമേറിയവരിൽ അണുബാധ ഏൽക്കാനുള്ള സാഹചര്യവും സാധ്യതയും പ്രായമേറിയവരിൽ കൂടുതലാണ്. അത് ഒരു കാര്യം. മറ്റൊരു കാര്യം, ആശുപത്രിയിൽ പലപ്പോഴും അഡ്മിറ്റാകുന്ന രോഗികൾ ഒരുപക്ഷെ ശ്വാസകോശ രോഗ ലക്ഷണങ്ങളുമായി ചുമയോ ശ്വാസം മുട്ടലോ നെഞ്ചുവേദനയോ കഫം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അഡ്മിറ്റാകാം. അത് പ്രാഥമികമായ ശ്വാസകോശ രോഗലക്ഷണങ്ങളാണ്. അത്തരം കേസുകളിൽ നമ്മൾ ആദ്യമായി ശ്വാസകോശ സംബന്ധിയായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നായിരിക്കും നോക്കുക. അതേസമയം മറ്റ് രോഗലക്ഷണങ്ങളുമായി അഡ്മിറ്റ് ആകുന്ന രോഗികളിലും പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കേൾക്കാറുണ്ട്, അഡ്മിറ്റ് ആയത് ഒരു കാരണം കൊണ്ടായിരിക്കും, പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ന്യൂമോണിയ വന്നു, ന്യൂമോണിയ ഗുരുതരമായി, അതിന്റെ ഭാഗമായി രോഗാവസ്ഥ മോശപ്പെടുകയും അങ്ങനെ മരണം സംഭവിച്ചു എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രായമേറിയവരിൽ പ്രാഥമികമായ ശ്വാസകോശ പ്രശ്നങ്ങളുമായിട്ട് ആളുകൾ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും അതിന്റെ ഭാഗമായി രോഗം ചികിത്സിക്കാനും ഭേദമാക്കാനും സാധിക്കും. ചിലപ്പോൾ ഗുരുതരമാകുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അതേസമയം മറ്റു രോഗങ്ങൾ മൂലം അഡ്മിറ്റ് ആകുന്നവരിലും ശ്വാസകോശ രോഗങ്ങൾ കാണുന്നു. ഇതിന്റെ പ്രധാന കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ സംവിധാനം പലപ്പോഴും ഒരു താഴ്ന്ന അവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇത്തരം ആളുകളിൽ മറ്റ് അനുബന്ധ രോഗങ്ങൾ, പ്രത്യേകിച്ചും പ്രമേഹം, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥ ഉള്ള, ചുരുക്കം പറഞ്ഞാൽ ഈ സന്ധികളെയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങൾ ഉള്ളവർ ചിലപ്പോൾ സ്റ്റീറോയിഡ് കലർന്ന മരുന്നുകൾ കഴിക്കേണ്ടത് അത്യാവശ്യമായി വരികയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം താഴെ പോവുകയും, അല്ലെങ്കിൽ പ്രമേഹത്തിന്റെ അവസ്ഥ മൂലം ഒരു താഴ്ന്ന ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശേഷിയിൽ അവർ തുടരേണ്ടത് ചെയ്യുന്നുള്ളതുകൊണ്ട് അവർക്ക് അണുബാധകളും ഒക്കെ വരാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ പ്രായമേറിയവരിൽ നമ്മൾ സാധാരണയായി കാണുന്ന പ്രശ്നം ഒന്ന് ന്യൂമോണിയ, ശ്വാസകോശങ്ങളിലെ വായു അറകളിൽ ഉണ്ടാകുന്ന അണുബാധ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ്. രോഗാവസ്ഥ മുതിർന്നവരിൽ കാണുന്ന ശ്വാസകോശങ്ങളിലേക്കുള്ള വായു സഞ്ചാരത്തിന്റെ സുഗമമായ വായു സഞ്ചാരത്തിന് തടസ്സം നേരിട്ട് കൊണ്ടുവരുന്ന COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന അവസ്ഥയും, മറ്റൊരു കാര്യം മുതിർന്നവരിൽ ആസ്മ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ, ശ്വാസക്കുഴലുകളിൽ നീർക്കെട്ട് മൂലം വായു സഞ്ചാരത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ മുതിർന്നവരിൽ അല്ലെങ്കിൽ കാണുന്ന ശ്വാസകോശ രോഗം, ഒന്ന് ശ്വാസകോശങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസർ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അണുബാധകളിൽ മറ്റൊരു കാര്യം പ്രധാനമായും കണ്ടുവരുന്നത് TB അല്ലെങ്കിൽ ട്യൂബർകുലോസിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് മുഖേന ഉണ്ടാകുന്ന ശ്വാസകോശ രോഗവും ഇത്തരം പ്രായക്കാരിൽ, മുതിർന്ന പ്രായക്കാരിൽ കൂടുതലായി കാണുന്നു എന്നുള്ളതാണ്. ഇതാണ് പൊതുവിൽ നമ്മൾ പ്രായമേറിയവരിൽ കാണുന്ന രോഗാവസ്ഥകൾ. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ആസ്മ രോഗം എന്ന് പറയുന്നത് നമ്മുടെ മുതിർന്നവരെ, ഈ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷയമായിട്ട് വരുന്നുണ്ടോ? ആസ്മ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ കേരളത്തിലൊക്കെ നമ്മൾ സംസ്ഥാന തലത്തിൽ നോക്കിയാലും നമ്മുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കിയാലും രോഗം വരുന്ന പോപ്പുലേഷൻ ഒരു 3 മുതൽ 5% വരെ ഉള്ള പോപ്പുലേഷനിൽ പലപ്പോഴും ആസ്മ അല്ലെങ്കിൽ വലിവ്, ശ്വാസം മുട്ടൽ ഉള്ളതായി കാണുന്നുണ്ട്. ഇത് ചെറിയ പ്രായക്കാരിലും മധ്യവയസ്കരിലും മുതിർന്നവരിലും കാണുന്നുണ്ട്. മുതിർന്നവരിൽ നേരത്തെ ആസ്മ ഉള്ള ആൾക്കാരിൽ പ്രായമേറുമ്പോൾ ആസ്മ രോഗം ഗൗരവതരമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ചുരുക്കം ചില ആളുകളിൽ പ്രായം ഏറുമ്പോൾ കാണുന്ന ലേറ്റ് ഓൺസെറ്റ് ആസ്മ,
മുതിർന്നതിന് ശേഷം കുറച്ച് പ്രായം അങ്ങോട്ട് അധികരിക്കുമ്പോൾ ഒരു 60 വയസ്സ് 65 വയസ്സൊക്കെ ആകുമ്പോൾ നേരത്തെ ആസ്മ ഇല്ലാതിരിക്കുന്ന വ്യക്തികളിൽ ആസ്മ ഉള്ളതായി കാണുന്നുണ്ട്. അപ്പോൾ നേരത്തെ രോഗമുള്ളവരിൽ പ്രായമേറുമ്പോൾ രോഗാവസ്ഥ വഷളാവുന്ന അവസ്ഥ, നേരത്തെ രോഗമില്ലാത്തവരിൽ പ്രായമേറുമ്പോൾ ആസ്മ ഉണ്ടാകുന്ന അവസ്ഥയും സംജാതമാവാറുണ്ട്. അത് നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷ മലിനീകരണങ്ങളും മറ്റ് പൊടിപടലങ്ങളും ശ്വസിക്കുന്നത് മൂലവും പിന്നെ തണുത്ത ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മൂലവും നമ്മൾ താമസിക്കുന്ന ആ ചുറ്റുപാടിന്റെ അന്തരീക്ഷത്തിന്റെ തണുപ്പ് കൂടുന്നതിന് കൊണ്ടും കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടൊക്കെ മുതിർന്നവരിൽ ആസ്മ രോഗം വഷളാവാറുണ്ട്. ഡോക്ടർ, നമ്മുടെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും അണുബാധ ഉണ്ടാകുന്നു, അത് അവർക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്കൊക്കെ നീളുന്നു, ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടാകുന്നുണ്ടോ? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ശരീരത്തിന്റെ മറ്റെന്തെങ്കിലും അവയവങ്ങളുടെ രോഗാവസ്ഥയെ ചികിത്സിക്കാൻ വേണ്ടിയായിരിക്കും പലരും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. ചിലപ്പോൾ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യത്തിനായിരിക്കാം, ചിലപ്പോൾ ചില മെഡിക്കൽ പ്രശ്നങ്ങൾക്കായിരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഹൃദ്രോഗം നിമിത്തം ഒരാൾ ICUവിൽ അഡ്മിറ്റ് ആകുന്നു, അല്ലെങ്കിൽ ഒരാൾ സർജിക്കൽ വാർഡിൽ അല്ലെങ്കിൽ ഓർത്തോപീഡിക് പ്രശ്നം മുഖേന അത്തരം ഒരു വാർഡിൽ ഒരു ഓപ്പറേഷന് മറ്റു വിധേയനാകുന്നു. ഇതിനുശേഷം അവർക്ക് ന്യൂമോണിയ പിടിപെടാനുള്ള സാഹചര്യമുണ്ട്. ഇത് എങ്ങനെ പിടിപെടുന്നു എന്ന് ചോദിച്ചാൽ, ന്യൂമോണിയ വരുന്നത് ഒന്നുമില്ലെങ്കിൽ ഈ ആസ്പിരേഷൻ ന്യൂമോണിയ എന്ന അവസ്ഥ. ഇപ്പൊ ഒരു രോഗി കിടക്കുന്ന അവസ്ഥയിൽ അവർ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോ അത് പാനീയങ്ങളോ കട്ടിയായിട്ടുള്ള ആഹാരത്തിന്റെയോ ചെറിയ അംശം കൃത്യമായി അത് സ്വാളോ ചെയ്ത് താഴേക്ക് പോയില്ലെങ്കിൽ, കൃത്യമായി വിഴുങ്ങുവാൻ സാധിച്ചില്ലെങ്കിൽ, അതും രോഗാവസ്ഥയുടെ ഭാഗമായിട്ടാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ചെറിയ അംശം അത് ശ്വാസകോശങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ആസ്പിറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസകോശത്തിൽ ചെന്ന്, അത് ചെറിയ അളവായിരിക്കാം, പക്ഷെ അത് ശ്വാസകോശത്തിൽ അവിടെ അടിഞ്ഞുകൂടി അത് സെക്കൻഡറി ന്യൂമോണിയ അല്ലെങ്കിൽ വീണ്ടും ഇതിനു ചുറ്റും അണുബാധ ഉണ്ടാവുകയും അതിൽ ബാക്ടീരിയ വളരുന്ന അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. മറ്റൊരു സാഹചര്യം ആസ്പിറേഷൻ, നമ്മുടെ ദഹന വ്യവസ്ഥ, ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കാനായിട്ടുള്ള ദഹനരസം അത് ചെറിയ അളവിൽ ശ്വാസകോശങ്ങളിലേക്ക് ആസ്പിറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി എത്തിപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ന്യൂമോണിയ പോലെ ഉള്ള അണുബാധ ഉണ്ടാകാനുള്ള സാഹചര്യം കിടപ്പ് രോഗികളിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തവരിലും കൂടുതലാണ്. അത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താലും ഇനി വീടുകളിൽ കിടപ്പിലായ രോഗികളിലും ഇത് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു കാര്യം, ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടുതലുണ്ട് എന്നുള്ളതാണ് ഇത്തരം സാഹചര്യങ്ങൾ കണ്ടുവരുന്നത്. മറ്റൊന്ന് ഹോസ്പിറ്റൽ അക്വേർഡ് ന്യൂമോണിയ അഥവാ നോസോകോമിയൽ ന്യൂമോണിയ എന്ന് പറയുന്ന സാഹചര്യമാണ്. ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന വാർഡിലോ അല്ലെങ്കിൽ ICUവിലോ കിടപ്പിലാകുന്ന രോഗികളിൽ പലപ്പോഴും ഈ മരുന്നുകൾ കയറ്റാൻ ഉപയോഗിക്കുന്ന ട്യൂബുകൾ, സൂചികൾ, അതുപോലെ തന്നെ ഭക്ഷണം നൽകാൻ ഉപയോഗിക്കുന്ന റൈൽസ് ട്യൂബ്, യൂറിൻ പോകാൻ ഉപയോഗിക്കുന്ന ട്യൂബ്, ഈ ട്യൂബുകളിലൂടെയൊക്കെ ശരീരത്തിലേക്ക് അണുക്കൾ എത്തിപ്പെടാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് മിനിമം ആളുകളെ മാത്രമേ പലപ്പോഴും ICU തുടങ്ങിയ അല്ലെങ്കിൽ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റുകളിൽ വളരെ മിനിമം ആളുകളെ മാത്രമേ നമ്മൾ പലപ്പോഴും അകത്തേക്ക് കടത്തിവിടാറുള്ളൂ. അവിടെ ചികിത്സിക്കുന്ന ഡോക്ടർ, അവിടെ പരിചരിക്കുന്ന നഴ്സുമാർ, മറ്റ് സഹായികൾ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ എന്നിവർ മാത്രമാണ് പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ പെരുമാറി വരാറ്. അപ്പോൾ ഇതിന് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഇത്തരം രോഗ ചികിത്സക്കിടയിൽ മറ്റ് ഇൻഫെക്ഷനുകൾ, അണുബാധകൾ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഹോസ്പിറ്റൽ അക്യൂട്ട് ന്യൂമോണിയ പല സാഹചര്യങ്ങളിലും ഉണ്ടാകാറുണ്ട്. ആശുപത്രി പലപ്പോഴും നമ്മൾ പറയും, ആശുപത്രികളിൽ പോകുന്നത് ചിലപ്പോഴെങ്കിലും നമ്മൾ മറ്റു രോഗികളെ സന്ദർശിക്കാനായിട്ട് ആശുപത്രിയിൽ പോകുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് രോഗം വരാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, പല സ്ഥലങ്ങളിൽ നിന്നും പലവിധ രോഗങ്ങളുമായി ആളുകൾ ആശുപത്രിയിൽ വരുന്നൊരിടമായതുകൊണ്ട് നമ്മളൊരു പൊതു ഇടങ്ങളിനേക്കാൾ രോഗസാധ്യത കൂടിയ ഒരു ഭാഗമാണ് ആശുപത്രി. എന്നിരിക്കെ തന്നെ ആശുപത്രികളിലെ ഇത്തരം ഭാഗങ്ങൾ
അണുവിമുക്തമായി തന്നെയാണ് ആശുപത്രി നടത്തിപ്പുകാർ അത് സൂക്ഷിക്കാറ്. ഇങ്ങനെയാണെങ്കിൽ ഒക്കെ തന്നെയും ചെറിയ ശതമാനം ആളുകൾക്ക് ആശുപത്രികളിൽ നിന്ന് ഈ രോഗികൾക്ക് തന്നെ ന്യൂമോണിയ അല്ലെങ്കിൽ മറ്റ് അണുബാധകളൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട്. അതാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. താമരശ്ശേരിയിൽ നിന്നും ജോയി ആണ്. ജോയി ഡോക്ടറോട് ചോദിച്ചോളൂ. ജോയി പറയാം. ഹലോ ജോയി ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ജോയ്. എനിക്ക് 62 വയസ്സുള്ള ഒരാളാണ്. എനിക്ക് ചെറുപ്പം മുതലേ ഒരു 4-5 വയസ്സ് മുതലേ ആസ്മയുണ്ട്. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പറയൂ. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ ധാരാളം ഈ കോളേജിൽ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സ്റ്റിറോയിഡ്സ് എല്ലാം കഴിച്ചിട്ട് വൈസ്മോൺ ഉൾപ്പെടെയുള്ള ഗുളിക ഇന്ത്യൻ ഗവൺമെന്റ് നിരോധിച്ചാണത്. ആ ഗുളികയെല്ലാം കഴിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഓക്കെ. പിന്നെ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ആന്റിബയോട്ടിക്സ് അടിച്ചാൽ എനിക്ക് വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഈ ആന്റിബയോട്ടിക്സും കഴിക്കേണ്ടി വരും. ഓക്കെ. ഞാനൊരു കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറയും? സാർ ഇപ്പോഴല്ല, എനിക്ക് എന്നും വിഷയം തന്നെയാണ്. ഞാനിപ്പോ മരുന്ന് സ്പ്രേയും ഗുളികയും അടിക്കുന്നുണ്ട്. സ്പ്രേ സെറോഫ്ലോ 250 ആണ് അടിക്കുന്നത്. പിന്നെ താങ്കൾ ഇവിടെ സൂചിപ്പിച്ച രോഗാവസ്ഥയിൽ നിന്ന് മനസ്സിലാവുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ. സാർ ഞാൻ ചോദിക്കുന്നത്, ഞാനിപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്ന് കഴിച്ചു. ആ മരുന്ന് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഡെറിഫിലിൻ റിക്കാർഡ് 150യും. പറഞ്ഞോളൂ. ഓക്കെ സാർ. അതെ. ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കഫക്കെട്ടാണ്. കഫക്കെട്ട് എപ്പോഴും ഫുള്ള് കഫക്കെട്ടാണ്. അപ്പൊ ഈ കഫക്കെട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്നിപ്പോ ഈ ഇന്ത്യയിലെ ലോകത്തോ ഇല്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ജോയി, താങ്കളുടെ രോഗാവസ്ഥ ഇവിടെ പറഞ്ഞു. വളരെ ചെറുപ്പത്തിൽ തൊട്ട് താങ്കൾക്ക് ശ്വാസം മുട്ടൽ ഉണ്ട്. അത് ആസ്മ എന്നുള്ള രീതിയിൽ കാണാവുന്ന ശ്വാസം മുട്ടലാണ് ഉള്ളത്. അതില് ചെറുപ്പകാലത്തും ഇപ്പോ ഉള്ള 62 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ താങ്കൾ സ്ഥിരമായി മരുന്നുകൾ എടുത്തിട്ടുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ ആന്റിബയോട്ടിക്കുകൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഫക്കെട്ട് വരുന്നതിനെ പൂർണ്ണമായി മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇതില് നമ്മൾ കാണേണ്ടത് ആസ്മ രോഗം ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലും ചുമയും ഉണ്ടാകും. ഈ ചുമ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി ശ്വാസകോശങ്ങളിൽ ധാരാളമായി കഫം അടിഞ്ഞുകൂടുന്ന അവസ്ഥ ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും വെളുത്ത ചെറിയ അളവിലുണ്ടാകുന്ന കഫമാണ് ശ്വാസകോശങ്ങളിൽ ആസ്മ രോഗികളിൽ ഉണ്ടായി കാണുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്ഥിരമായി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറയുന്ന ഇനത്തിലുള്ള മരുന്നുകൾ, അത് ഗുളിക പരുവത്തിലും ഉണ്ടാകാം, അല്ലെങ്കിൽ ഇൻഹേലറുകളിലും ബ്രോങ്കോ ഡയലേറ്റേഴ്സ് അടങ്ങിയ ഇൻഹേലറുകളാണ് ഇന്നത്തെ കാലത്ത് ശ്വാസകോശ രോഗ ചികിത്സകർ നൽകി വരാറ്. അതിപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ അത് കൃത്യമായ അളവിൽ കൃത്യമായ സമയങ്ങളിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, മിക്കവാറും 2 നേരമോ അല്ലെങ്കിൽ 3 നേരമോ ആയിരിക്കും ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിക്കാനായിട്ട് ആവശ്യപ്പെടാറ്. അങ്ങനെ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ആസ്മ നിയന്ത്രണത്തിലാവുകയും രോഗലക്ഷണങ്ങളിൽ കുറവ് കാണുകയും ചെയ്യും. ഇവിടെ പലപ്പോഴും ചുമയും മറ്റും ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ശ്വാസകോശങ്ങളിൽ ധാരാളമായി കഫമുണ്ട് എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷെ അത് ആസ്മ നിയന്ത്രണത്തിൽ വരാത്തതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ചുമയാണ് അത് എന്നാണ് പൊതുവിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ ഇടവേളകളിൽ ഈ മരുന്നുകൾ ഡോക്ടർമാർ പറഞ്ഞ പോലെ ഉപയോഗിക്കുകയും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ആന്റിബയോട്ടിക് ഔഷധങ്ങൾ ഡോക്ടർമാർ പറയുന്ന അനുസരിച്ച് മാത്രം കഴിക്കുകയും ചെയ്യുക. ഇത് എപ്പോഴും ഉണ്ടാകുന്ന ചുമ ധാരാളമായിട്ടുള്ള കഫം അടിഞ്ഞുകൂടിയതിന്റെ ഭാഗമായിട്ടല്ല, ഈ ആസ്മയുടെ നിയന്ത്രണത്തിൽ ഉണ്ടാകുന്ന
ഏറ്റക്കുറച്ചിലുകൾ മൂലമായിരിക്കും എന്നുകൂടി മനസ്സിലാക്കണം. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ കാണുന്ന ഡോക്ടർമാരെ കൃത്യമായി കാണിച്ച് ഉപദേശങ്ങൾ തേടി മുന്നോട്ട് പോകുന്നതായിരിക്കും നന്നാവുക. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ ന്യൂമോണിയയെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു ന്യൂമോണിയ നമ്മുടെ ഈ പ്രായമായവരിലേക്ക് വരുമ്പോൾ അത് ഒരു പരിധി വരെയെങ്കിലും തടയാനുള്ള ഒരു മുൻകരുതലുകൾ അതെന്തൊക്കെയാണ്? ന്യൂമോണിയ ബാക്ടീരിയ മൂലവും വൈറസ് മൂലവും അതുപോലെ തന്നെ ഫംഗസ് മൂലവും ഒക്കെ ഉണ്ടാകാം. ചില ആളുകളിൽ നമ്മൾ സാധാരണ പറയാറുള്ള വൈറസ് പനി വന്ന് ചെറിയ പനിയായിരിക്കാം, അത് ചിലപ്പോൾ വന്ന് പക്ഷേ അത് നിയന്ത്രണത്തിൽ നിൽക്കാതെ പിന്നീട് അവരിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ന്യൂമോണിയയിലേക്ക് മാറുന്നതും കാണാറുണ്ട്. അപ്പോൾ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയ 3 തരം രോഗകാരികളെ കൊണ്ട് നമുക്ക് ന്യൂമോണിയ വിവിധ അവസരങ്ങളിൽ വിവിധ പ്രായത്തിലുള്ളവരിലും നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന പ്രായമേറിയവരിലും ഒക്കെ കാണുന്നുണ്ട്. ഈ ന്യൂമോണിയ കൂടിയ പക്ഷവും നമ്മുടെ അവിടെ കാണുന്ന കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ എന്ന് പറയുന്ന ന്യൂമോണിയ, അത് ന്യൂമോകോക്കസ് ന്യൂമോണിയ എന്ന് പറയും, അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ ആണ് നമ്മുടെ അവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ന്യൂമോണിയ. മറ്റൊരു ന്യൂമോണിയ ഞാനിവിടെ സൂചിപ്പിച്ച പോലെ ആശുപത്രിയിൽ നിന്നും നമുക്ക് ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ടാകാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ ഉണ്ടാകാം. ഇതൊക്കെ കൃത്യമായ സമയത്ത് കണ്ടെത്തി ആശുപത്രിയിലോ OP തലത്തിലോ അല്ലെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റായോ ചികിത്സിക്കുമ്പോൾ അതാത് രോഗകാരികൾ ഏതാണെന്ന് മനസ്സിലാക്കി ആന്റിബയോട്ടിക് ഔഷധങ്ങൾ കഴിക്കുന്നത് വഴി നമുക്ക് ആ സമയത്തെ ന്യൂമോണിയയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇത് ന്യൂമോണിയ വരാതെ എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ വ്യക്തി ശുചിത്വം, നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിന്റെ ശുചിത്വം, പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കലും വ്യക്തി ശുചിത്വം പാലിക്കലും നമ്മുടെ വായുവും നമ്മുടെ പരിസരവും ഒക്കെ ശുദ്ധമായി ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ന്യൂമോണിയ രോഗകാരികളെ ശ്വാസകോശത്തിലേക്ക് എത്തപ്പെടുന്നതിനെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് കഴിയും. മറ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ മുതിർന്നവരിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് 65 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ അവർ ചിലപ്പോൾ നേരത്തെ ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്വാസകോശ രോഗങ്ങളൊന്നും ഇല്ലാത്തവരായിരിക്കാം. എങ്ങനെയാണെങ്കിലും മുതിർന്നവരിൽ ന്യൂമോണിയ തടയുന്നതിന് വേണ്ടി നമുക്ക് വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ്. അതിൽ തന്നെ ന്യൂമോകോക്കൽ വാക്സിൻ, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ വാക്സിൻ, ഇതൊക്കെ എടുക്കുന്നത് വഴി ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് വഴി നമുക്ക് സാധാരണ ചില സീസണുകളിൽ ഉണ്ടാകുന്ന വൈറസ് അണുബാധയെ കുറയ്ക്കാനും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബാക്ടീരിയ ന്യൂമോണിയ ഒക്കെ കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ന്യൂമോകോക്കൽ വാക്സിൻ 2 തരത്തിലുണ്ട്. ന്യൂമോകോക്കൽ PCV13, PCV20 എന്നീ തരത്തിലുള്ള വാക്സിൻ, കോൺജുഗേറ്റഡ് വാക്സിനും പോളിസാക്കറൈഡ് വാക്സിനും ഒക്കെ ഉണ്ട്. ഇത് വർഷം തോറും എടുക്കുന്ന വഴി നമുക്ക് ന്യൂമോണിയയെ ഒരു പരിധിവരെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും. ഡോക്ടർ, നമ്മുടെ ക്ഷയരോഗം എന്ന് പറയുന്നത് ഇപ്പോൾ പലരും കേട്ട് വരുന്നുണ്ട്. അത് ഈ മുതിർന്നവരിലേക്ക് കാണുന്നുണ്ടോ? അതിന്റെ സാധ്യതകൾ ഉണ്ടാകുന്നുണ്ടോ? പലരും അഭ്യസ്ത വിദ്യരായ ആളുകൾ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്ഷയരോഗം ഇപ്പോഴൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ എന്നുള്ളത്. അതിനടിസ്ഥാനം ക്ഷയരോഗം നമ്മളിപ്പോൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണ് ക്ഷയരോഗം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മളൊരു പദ്ധതി, നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം NTP വഴി 2030 ക്ഷയരോഗം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാം എന്നുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്നത് ശ്വാസകോശങ്ങളെയാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന അണു ഉണ്ടാക്കുന്ന രോഗമാണ് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യ കുലത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. വായുവിലൂടെ പകരുന്നതാണ്. ഈ ഒരു രോഗമുള്ള ആള് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായുവിൽ കലരുന്ന അണുക്കൾ ശ്വസിക്കുന്നത് വഴി ഒക്കെ ആണ് ഇത് പകരുന്നത്. അപ്പോൾ ഇത് പ്രായമേറിയവരിലും ട്യൂബർകുലോസിസ് കാണുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും കുട്ടികളിലുള്ള TB രോഗം വളരെ കുറഞ്ഞു കാണുകയും ഒരു മിഡിൽ ഏജ് മുതൽ പ്രായമേറിയവരുടെ ഇടയിലാണ് ഇപ്പോൾ കൂടുതലും ക്ഷയരോഗം കണ്ടുവരുന്നത്. നമ്മുടെ സംസ്ഥാനത്തും ഈ രോഗത്തിന്റെ സാധ്യതകളും രോഗം ഉള്ളവരും അത് ചികിത്സയിലിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ പ്രായമേറിയവരിൽ പ്രമേഹം തുടങ്ങിയ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിൽ ക്ഷയരോഗാണുക്കൾ ശരീരത്തിൽ നേരത്തെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ
ക്ഷയരോഗ രോഗാണുക്കൾ നമ്മുടെ ശ്വാസകോശങ്ങളിൽ ശ്വസന പ്രക്രിയ വഴി എത്തിപ്പെടുകയും ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ പ്രതിരോധശേഷി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആളുകളിൽ അതിനെ ചെറുക്കാനുള്ള ഒരു സംവിധാനം ശരീരത്തിൽ ഉണ്ടാവും. എന്നാൽ പ്രായമേറിയുന്നവരിലും അതുപോലെ തന്നെ പ്രമേഹം കൃത്യമായി നിയന്ത്രണത്തിലിരിക്കാത്തവരിലും മറ്റെന്തെങ്കിലും ക്യാൻസർ പോലുള്ള രോഗാവസ്ഥ, ഡയാലിസിസ് വേണ്ടി വരുന്ന രോഗാവസ്ഥ, അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ലിവർ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരിലൊക്കെ പൊതുവെ രോഗപ്രതിരോധ ശേഷി താഴ്ന്നതിന്റെ ഭാഗമായിട്ട് ശരീരത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ക്ഷയരോഗാണു പതിയെ പെറ്റുപെരുകാനും അതുവഴി അവരിലേക്ക് ഈ ശ്വാസകോശങ്ങളിൽ ക്ഷയരോഗം ഉണ്ടാകാനും, ചിലപ്പോൾ ശ്വാസകോശങ്ങളിൽ മാത്രമല്ല ശ്വാസകോശത്തിന് പുറമേയുള്ള നമ്മുടെ ശരീരഭാഗങ്ങളിലേക്കും, ഉദാഹരണം പറഞ്ഞാൽ കഴലകളിലേക്കും തലച്ചോറിലേക്കും എല്ലുകളിലേക്കും ത്വക്കുകളിലേക്കും ഒക്കെ അല്ലെങ്കിൽ തൊലിപ്പുറത്തേക്കൊക്കെ ഈ ക്ഷയരോഗാണു എത്തിപ്പെടാനും അതുവഴി ആ ഭാഗങ്ങളിലൊക്കെ ക്ഷയരോഗം ഉണ്ടാക്കാനും ഇടയാവും. അപ്പോൾ പ്രായമേറിയവരിൽ ക്ഷയരോഗം കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും കൃത്യമായ സമയത്ത് അത് കണ്ടെത്തുകയാണെങ്കിൽ ചികിത്സിക്കുക വഴി നമുക്കതിനെ ഭേദമാക്കാനും സാധിക്കും. ഡോക്ടർ, അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് നമ്മുടെ ശ്വാസകോശത്തിലെ ക്യാൻസർ ബാധ എന്ന് പറയുന്നത്. മുതിർന്നവരിലേക്ക്, പ്രായമായവരിലേക്ക് ഇത് സാധാരണയായി കണ്ടുവരുന്നുണ്ടോ? മുതിർന്നവരിൽ അല്ലെങ്കിൽ ആണുങ്ങളിൽ കാണുന്ന ക്യാൻസറുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്വാസകോശങ്ങളിലെ ക്യാൻസർ. ഇത് വലിയ പങ്ക് കണ്ടുവരുന്നത് പുകവലിക്കാരിലാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, പുകവലിക്കാത്ത ആളുകളിലും ഈ ക്യാൻസർ കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നാം പെരുമാറുന്ന ചുറ്റുപാടുകളിൽ നിന്നും പാസീവ് സ്മോക്കിംഗ്, അതായത് ഒരു വ്യക്തി അയാള് പുകവലിക്കാതെ തന്നെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ സമീപത്ത് പെരുമാറുന്ന ആളുകൾ ഈ പുകവലി ശീലം ഉണ്ടെങ്കിൽ അത് ആ പുക ശ്വസിക്കുന്നത് മൂലവും ശ്വാസകോശങ്ങളിലേക്ക് പുക എത്തിപ്പെട്ട് വർഷങ്ങളോളം സംഭവിക്കുകയാണെങ്കിൽ ഈ ശ്വാസകോശങ്ങളിലെ ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങുന്നു. പുകവലിക്കാരാണെങ്കിൽ പലപ്പോഴും കണ്ടുവരുന്നത് യൗവന ആരംഭത്തിൽ തുടങ്ങുന്ന പുകവലി, കൗമാരക്കാലത്ത് തുടങ്ങി യൗവനത്തിലേക്ക് കടക്കുകയും അങ്ങനെ മധ്യവയസ്സിൽ എത്തുമ്പോഴേക്കും ഇത് വർഷങ്ങളോളം നീണ്ട ഒരു ശീലമുള്ള ആളുകളായിട്ട് മാറുകയും അത് അവരുടെ എയറോ ഡൈജസ്റ്റീവ് ട്രാക്ട്, തൊണ്ടയിലും അതുപോലെ ശ്വാസകോശങ്ങളിലും അന്നനാളത്തിലും ഒക്കെ ക്യാൻസറിന് ഹേതുവാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുതിർന്നവരിൽ ഈ പുകവലി ശീലമുള്ള മുതിർന്നവരിൽ ശ്വാസകോശ ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. അത് പലപ്പോഴും അതിൻ്റെ ഒരു ദുഃഖകരമായ അവസ്ഥ ഇത് നമ്മൾ കണ്ടെത്തുമ്പോഴേക്കും സമയം വൈകിപ്പോകും എന്നുള്ളതാണ്. പലപ്പോഴും കഫത്തിൽ ചോര തുപ്പലായ വിവിധ പരിശോധനകൾ നടത്തുമ്പോഴാണ് കണ്ടെത്തുന്നത് അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിനകത്ത് ഒരു മുഴയുണ്ടെന്നും ആ മുഴ ശ്വാസക്കൊഴലുകളിലേക്ക് എത്തപ്പെട്ടെന്നും അത് ചുമയ്ക്കുമ്പോൾ അതിലൂടെ രക്തം വന്ന് കഫത്തിൽ രക്തം അവസ്ഥയിലേക്ക് രോഗി മാറിയെന്നും. അത്തരം ഒരു അവസ്ഥയൊക്കെ എത്തുമ്പോൾ പലപ്പോഴും രോഗം അതിൻ്റെ സങ്കീർണമായ സ്റ്റേജിലേക്ക്, അതായത് പലപ്പോഴും സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്ന ലെവലിലേക്കായിരിക്കും ക്യാൻസർ എത്തിപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ അത്തരം സമയത്ത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനും പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും ജയരാജനാണ്. ജയരാജൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. ജയരാജന്റെ പേര്. 63 വയസ്സായി. ഒരു 5-6 കൊല്ലായി എനിക്ക് ശ്വാസം വിട്ടു തുടങ്ങിയിട്ട്. ഞാനതിൽ ഗുളിക കഴിച്ചത് 35 ഇൻഹീലർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓറാക്ലിൻ. പിന്നെ എനിക്കിപ്പോ ഈ ഇടത്തെ കൈയിന് ഒരു ചൂണ്ടാണി വിരലിന് ഒരു തരിപ്പ്, ഒരു ഞരമ്പ് മാത്രം. പിന്നെ ഇടത്തെ കൈയില് നിന്ന് മുട്ടിന് താഴെ ഒരു തരിപ്പ്, കുറേശ്ശെ തരിപ്പ്. മറ്റേ ഷുഗർ ഒരു 156 വരുന്നുണ്ട്. ഷുഗർ അല്ല, മറ്റേ പ്രഷർ. ഇൻഹിലർ കുഴപ്പമുണ്ടോ? ഇൻഹിലർ ഉപയോഗിക്കുന്നതിന്റെ കുഴപ്പമുണ്ടോ? അതാണ് ചോദ്യം അല്ലേ? ഇപ്പോ ജയരാജൻ പറഞ്ഞത് താങ്കൾക്ക് 60 വയസ്സിലേറെ പ്രായമുണ്ട്. താങ്കൾക്ക് 55 വയസ്സിന് ശേഷമാണ് ഈ ശ്വാസം മുട്ടൽ തുടങ്ങിയത് എന്നാണ്. അതുപോലെ തന്നെ പ്രഷറിന്റെ പ്രശ്നം പറയുണ്ടായി. ഇതിന് മരുന്നുകൾ, ഇൻഹേലർ ഉപയോഗിക്കുന്നു. അപ്പൊ ഇൻഹേലർ ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പൊതുവിൽ
ഇൻഹേലർ വഴി നാം ശ്വാസകോശത്തിലേക്ക് നേരിട്ടാണ് മരുന്ന് എത്തുന്നത്. മരുന്നിന്റെ അളവ് വളരെ ചെറിയ ഡോസാണ്, മൈക്രോഗ്രാം ഡോസാണ്. അത് നേരിട്ട് ശ്വാസകോശത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ രോഗം നിയന്ത്രിക്കാൻ എളുപ്പത്തിൽ സാധിക്കും. അതേസമയം നമ്മളൊരു ഗുളിക കഴിക്കുകയാണെങ്കിൽ ആ ഗുളിക നമ്മൾ വിഴുങ്ങി അത് വയറ്റിലെത്തി അലിഞ്ഞ് രക്തത്തിലേക്ക് കലർന്ന് രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തപ്പെടുന്നതിന്റെ ഭാഗമായി ശ്വാസകോശങ്ങളിലും എത്തുമ്പോൾ മാത്രമാണ് അതിന്റെ ഇഫക്റ്റ് ശ്വാസകോശങ്ങളിൽ ലഭിക്കുക. ഇവിടെ ഇൻഹേലർ തുടങ്ങിയ ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് നേരിട്ട് ശ്വാസകോശത്തിൽ എത്തുന്നുണ്ട്. ആക്ഷൻ, ലോക്കൽ ആക്ഷൻ എന്ന് പറയും. അതിന്റെ ആക്ഷൻ നേരിട്ട് ശ്വാസകോശങ്ങളിൽ എത്തുന്നു, പെട്ടെന്ന് ആക്ഷൻ എത്തുന്നു. അതേസമയം മരുന്നിന്റെ ഡോസ് വളരെ മൈക്രോഗ്രാം എന്നുള്ള അളവിലാണ് മരുന്നിന്റെ ഡോസ് എത്തുന്നത്. അതുകൊണ്ട് ഇൻഹേലർ മരുന്നുകൾ എന്തുകൊണ്ടും ഇന്നത്തെ കാലത്ത് ലോകവ്യാപകമായി ഇത് സ്വാഗതം ചെയ്യപ്പെട്ട ഒരു ചികിത്സയാണ്. അതുവഴി ചെറിയ പ്രായത്തിലുള്ളവർ മുതൽ മുതിർന്ന പ്രായത്തിലുള്ളവർക്ക് വളരെ നല്ല രീതിയിൽ രോഗാവസ്ഥയെ നിയന്ത്രിക്കാനും സൗഖ്യം അനുഭവപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് ഇൻഹേലർ ചികിത്സ കൊണ്ട് ദോഷമില്ല എന്നത് ആണ് അഭിപ്രായം. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഈ കോവിഡിന് ശേഷം നമ്മുടെ പ്രായമായവരിൽ സാധാരണയായി ഉണ്ടാകുന്ന ഈ ശ്വാസകോശ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പൊതുവേ ഉണ്ടാകുന്ന ശ്വാസകോശ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ആളുകളെ അവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, കഫക്കെട്ട് വന്നാൽ പലപ്പോഴും അത് മാറാനായിട്ട് സമയമെടുക്കുന്നു. ചിലർ പറയും മുമ്പത്തെ പോലെ അല്ല, ഈ കോവിഡ് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു കഫക്കെട്ട് വന്നാൽ, ഒരു സാധാരണ ജലദോഷപ്പനിയൊക്കെ വന്ന് ചുമയും തൊണ്ടവേദനയും ഒക്കെ അതിന് ശേഷം അത് നീണ്ടു നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് ഒരു പക്ഷേ നമുക്ക് ശാസ്ത്രലോകം അത് നമ്മൾ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ആ ഇടയ്ക്ക് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പൊതുവെ ശ്വാസകോശങ്ങളെയാണ് കോവിഡ് അന്ന് കാലത്ത് ധാരാളമായി ബാധിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് ചെറിയതും വലിയതുമായിട്ടുള്ള തോതിൽ അന്ന് ഉണ്ടായിട്ടുണ്ട്. ന്യൂമോണിയ വന്നാണ് പലപ്പോഴും പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്വാസകോശങ്ങളുടെ ഫങ്ഷനിങ്ങിനെ ഒരു പക്ഷേ ആ സമയത്തെ കോവിഡ് വന്ന സമയത്തെ അണുബാധ, ആ വൈറസ് അണുബാധ നമുക്ക് ശ്വാസകോശങ്ങളുടെ സ്ഥായിയായ ഫങ്ഷനിങ്ങിനെ കുറച്ച് കാണണം, അല്ലെങ്കിൽ അതിൻ്റെ ശ്വാസകോശങ്ങളുടെ പ്രവർത്തനങ്ങളെ, അതിൻ്റെ സ്ട്രക്ചറിനെ ആ രീതിയിലൊക്കെ ബാധിച്ചു കാണണം എന്നുള്ള രീതിയിൽ നമുക്ക് ചിലപ്പോഴൊക്കെ ശാസ്ത്രലോകത്ത് പറഞ്ഞു വരാറ്. അപ്പം അതൊക്കെയാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് ശ്വാസകോശ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ കൃത്യമായ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ രീതിയിൽ അവർ പറയുന്ന ഉപദേശപ്രകാരം ടെസ്റ്റുകളും മരുന്നുകളും ആയിട്ട് തുടരുക എന്നുള്ളതാണ്. നമ്മൾ ഈ പഴയ ഇപ്പം മാറിപ്പോയ ഈ രോഗം കാരണമാണ് ഇനി ഭാവിയിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും എന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ടതില്ല. അത് നമുക്ക് പോസിറ്റീവായിട്ട് പോകാവുന്നേ ഉള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞു, ഇനിയുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ എല്ലാം കോവിഡിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും അത് ഡോക്ടർമാരെ കാണിച്ച് അവരുടെ ഉപദേശപ്രകാരം ചികിത്സ തേടുക എന്നുള്ളതാണ് പറയാനുള്ളത്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. വയോജനങ്ങളിൽ ഉണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേർന്നത് കേരള ആരോഗ്യ വകുപ്പിൻ്റെ റെസ്പിറേറ്ററി മെഡിസിൻ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ പി സഞ്ജീവ് കുമാറാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടർ, ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.